ശബരിമല തീർത്ഥാടന കാലം അടുത്തിരിക്കെ എരുമേലി ടൗണിൽ അഗ്നിരക്ഷാ നിലയം ആരംഭിക്കുന്നതിന് സ്ഥലം കണ്ടെത്താനുള്ള സർവകക്ഷി യോഗ തീരുമാനം നടപ്പിലായില്ല. നിലവിൽ മണിമലയാറിന്റെ തീരത്ത് ഓരുങ്കൽ കടവിൽ പഞ്ചായത്ത് വക പുറമ്പോക്ക് ഭൂമിയിൽ അഗ്നിരക്ഷാ നിലയം സ്ഥാപിക്കാൻ നീക്കമുണ്ടായിരുന്നു. എന്നാൽ നദീതീരത്ത് നിർമ്മാണം പാടില്ലെന്ന വിലക്കുമൂലം ഇത് ഒഴിവാക്കേണ്ടി വന്നതോടെയാണ് അനുയോജ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ പഞ്ചായത്തിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. സ്ഥലം കണ്ടെത്തിയാൽ സ്ഥിരം കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ തുക MLA ഫണ്ടിൽ നിന്ന് നൽകുമെന്ന് സെബാസ്റ്റ്യൻ കുളത്തങ്കൽ MLA അറിയിച്ചിരുന്നു. ഇതിനു മുൻപ് താൽക്കാലികമായി അഗ്നിരക്ഷാ നിലയം തുടങ്ങുന്നതിന് ആവശ്യമായ സ്ഥലം വാടകയ്ക്കെടുക്കാൻ യോഗത്തിൽ തീരുമാനിച്ചിരുന്നെങ്കിലും ഇക്കാര്യത്തിലും നടപടികളായിട്ടില്ല. എരുമേലിക്കടുത്ത് കൊരട്ടിയിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സ്ഥലത്ത് അഗ്നിരക്ഷാ നിലയം സ്ഥാപിക്കാൻ അനുയോജ്യമാണെന്നും വിലയിരുത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ടൗണിൽ നേർച്ചപ്പാറ വാർഡിൽ ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലവും അഗ്നിരക്ഷാ നിലയത്തിന് അനുയോജ്യമാണെന്നും നിർദ്ദേശമുയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും നടപടികൾ ഉണ്ടായിട്ടില്ല. മാസങ്ങൾ പിന്നിട്ടിട്ടും യോഗത്തിലെ തീരുമാനങ്ങളിൽ നടപടികൾ ഒന്നുമില്ല. അഗ്നിരക്ഷാ സേനയ്ക്കും എക്സൈസ് വകുപ്പിനും സ്ഥലം കണ്ടെത്തുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഉപസമിതി രൂപീകരിക്കണമെന്ന് സർവകക്ഷി യോഗം നിർദ്ദേശിച്ചിരുന്നതാണ്. ഇക്കാര്യത്തിലും മെല്ലപ്പോക്ക് തുടരുകയാണ്. സ്ഥലം ഏറ്റെടുക്കാൻ കഴിയില്ലെങ്കിൽ ആവശ്യമായ സ്ഥലം സ്വന്തമായി വാങ്ങാൻ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണം കണ്ടെത്തണമെന്ന യോഗത്തിലെ നിർദ്ദേശവും ഫയലിൽ ഉറങ്ങുകയാണ്. എരുമേലിയെ സംബന്ധിച്ചിടത്തോളം ഫയർഫോഴ്സ് ഒരു അത്യാവശ്യ യൂണിറ്റാണ്. പ്രത്യേകിച്ച് ലക്ഷോപലക്ഷം തീർത്ഥാടകർ കടന്നു വരുന്ന ഒരുമിച്ച് ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങി നിറയുന്ന ഒരു പ്രദേശം. ഇവിടെ എന്തൊരു സംവിധാനം ഉണ്ടായാലും അടിയന്തരമായിട്ട് എത്തുന്ന രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒന്ന് പോലീസും ഒന്ന് ഫയർഫോഴ്സും. ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഉണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള തീപിടുത്തങ്ങൾ, അതുപോലെ നാച്ചുറൽ കലാമിറ്റീസ്, അതുപോലെ പുഴയിലും തോട്ടിലുമൊക്കെ ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ, ഇതിനൊക്കെ പരിപൂർണമായിട്ട് സംരക്ഷണം നൽകുക എന്ന് പറയുന്ന എരുമേലി നിവാസികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വ്യാപാരികളെയും തീർത്ഥാടകർക്കും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സേവനമാണ്. അവർ വളരെ കൃത്യമായിട്ട് ഇത് നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഇവിടെ ഒരു സ്ഥിരം സംവിധാനവും സ്ഥിരം ഓഫീസും ഇത്രയും ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്. ഈ കേന്ദ്രത്തിൽ എന്തുകൊണ്ട് ഫയർഫോഴ്സിന് സ്ഥിരം സംവിധാനവും യൂണിറ്റും നിലവിൽ എരുമേലിയില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ച് എരുമേലിക്ക് സ്ഥിര സംവിധാനമായിട്ട് ഫയർഫോഴ്സിൻ്റെ സർവ്വ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു യൂണിറ്റ് നിർബന്ധമായിട്ടും ഉണ്ടാവണമെന്നാണ് വ്യാപാരികളുടെയും പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള അഭ്യർത്ഥന. നിർദ്ദിഷ്ട ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ നിർമ്മാണം കണക്കിലെടുത്ത് അഗ്നിരക്ഷാ സേനയുടെ സ്ഥിരം യൂണിറ്റിന്റെ ആവശ്യകത എരുമേലിയിൽ അനിവാര്യമാണെന്നിരിക്കെയാണ് അനാസ്ഥ. അത്യാഹിതമുണ്ടായാൽ 15 കിലോമീറ്റർ ദൂരമുള്ള കാഞ്ഞിരപ്പള്ളിയിൽ നിന്നോ റാന്നിയിൽ നിന്നോ വേണം എരുമേലിയിൽ അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്താൻ. എല്ലാ തീർത്ഥാടന കാലത്തും 2.5 മാസത്തോളം അഗ്നിരക്ഷാ നിലയം താൽക്കാലികമായി എരുമേലിയിൽ പ്രവർത്തിക്കാറുണ്ട്. 2012 എരുമേലിയിൽ സ്ഥിരം ഫയർ സ്റ്റേഷൻ അനുവദിച്ച് ഉത്തരവിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.